തലത്തിലുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഫണ്ടമെന്റലി ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒന്ന് ഫോക്കസിലേക്ക് കൊണ്ടുവരണം. അതെ, ഇവിടെ സിറ്റിംഗ് CGI ചില പദപ്രയോഗങ്ങൾ നടത്തുന്നു. അത് യുവാക്കള് അവർക്കെതിരെയുള്ള പദപ്രയോഗമായിട്ട് കാണുന്നത്. അത് ഭരണകൂട ഈ ചോദ്യം ചെയ്യുന്ന യുവാക്കൾക്കെതിരെയുള്ള അവരുടെ ഇൻസൾട്ടും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് ഫണ്ടമെന്റലി നമ്മൾ കാണേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെൻസി ഇതിൽ എഫക്റ്റഡ് ആവുന്നത്? ജെൻസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വരുമാന മാർഗം. ഇപ്പം ഇവർ സംസാരിച്ചത് നമുക്ക് ഒന്ന് വരുമാന മാർഗം, രണ്ട് സ്വാതന്ത്ര്യം. ഈ വരുമാന മാർഗം എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനും ആവശ്യത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് വേണം. ഇന്ന് 30% നമ്മുടെ മിഡിൽ ക്ലാസ് രാജ്യത്ത് വളരുമ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇപ്പോൾ ഒന്ന്, ഈ IT മേഖലയിലെ വളർച്ച കുറയുന്നു, എഞ്ചിനീയറിംഗ് ഗുഡ്സിലേക്ക് മാറുന്നു. അപ്പോൾ മുമ്പത്തെ പോലെ എളുപ്പപ്പണിയല്ല ഒന്ന്. രണ്ടാമത്, രാജ്യത്ത് മൂലധനം ക്യാപിറ്റല് സംരംഭകരിലേക്ക് കൊടുക്കുന്ന പ്രക്രിയ നടന്നിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2025 ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ടപ്പ് കുംഭമേള എന്ന പരിപാടി ഡൽഹിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചൈനയിലെ സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളും തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് ഇന്ത്യയിൽ സാങ്കേതിക രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പോളിസി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള പോളിസിയിലേക്ക് വരെ പോയി. ഐഡിയോളജിയിലെ കാര്യത്തിലേക്ക് അവിടെ വരേണ്ടതുണ്ട്. ഏത് പാർട്ടി ഭരിച്ചിരുന്നാലും സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂടെ ഇന്ത്യൻ ഭരണകൂടം ഈ അത്യാവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമാനം അത്യാവശ്യത്തിന് മാത്രമല്ല, എക്സലൻസ്. ഇന്നത്തെ യുവാക്കൾ ദേ ആർ സീക്കിംഗ് എക്സലൻസ്. ആ എക്സലൻസും ഇന്നോവേഷനും സീക്ക് ചെയ്യുമ്പോൾ അതിനനുസൃതമായി ഐഡിയോളജിയും മാറ്റപ്പെട്ടിട്ടില്ല, ഭരണകൂടവും മാറിയിട്ടില്ല. ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് എന്ത് ടെക്നോളജിയാണ് ഇന്ത്യയിൽ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആ മൂല്യം എങ്ങോട്ടാണ് പോകുന്നത്? അത് ഇന്നോവേഷൻ നടത്തിയ സ്ഥലങ്ങളിലേക്കേ പോകുന്നത്. ചൈന BYD എന്നുള്ള കമ്പനിയുടെ ബാറ്ററി ഉപയോഗിച്ചാണ് ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ കാർ ഇലക്ട്രിക് കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നത്. ആ BYD ചൈനയിൽ ഉണ്ടായത് അമേരിക്കൻ ടെക്നോളജി കമ്പനികളിലെ വെല്ലുന്ന കമ്പനി അവിടെ ഉണ്ടാവണം എന്നുള്ള നിലപാടെടുത്തു. അത്തരം നിലപാടത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ചെറുപ്പക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ഫ്യൂഡൽ മനോഭാവം കൊണ്ടു നടക്കുന്നു. അതാണ് പുറത്തു വന്നത്.